ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻസ് ചാസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഉറക്കപ്പറ. അപ്പോൾ ഗായ്സ്, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വേണമെന്ന് വിചാരിച്ചത് ആഗ്രഹിച്ചതും അത് എൻ്റെ മോളിലൂടെ എന്താ പറയുക സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നതുമായൊരു ദിവസമാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് കാൽവെപ്പാണ്. അപ്പോൾ ഇന്നെന്താ പ്രത്യേകത? പാറുട്ടൻ്റെ ഡാൻസാണ് അടുത്ത ദിവസം. അപ്പം അടുത്ത ദിവസം ഡാൻസ് ഉള്ളതുകൊണ്ട് തന്നെ പാറു ചെലങ്ക പൂജിക്കലാണെന്ന്. അപ്പം അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരങ്ങേറ്റം നടക്കാൻ പോകുന്ന കുട്ടികൾ, നമ്മളിവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അരങ്ങേറ്റം നടക്കാൻ പോകുന്ന കുട്ടികൾ അവർ അതിന് മുമ്പ് ഈ ഫോക്ക് ഡാൻസ് ഐറ്റംസ് ഒക്കെ കളിക്കുമല്ലോ. നാളെ പാറുൻ്റെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ നാളെ പാറു ഫസ്റ്റ് ടൈം ഫോക്ക് ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പം അതിന് നമുക്ക് അറിയാമല്ലോ, നാടോടിനൃത്തം കളിക്കണമെങ്കിൽ നമ്മൾ ചെലങ്ക ഇടണം. അപ്പോൾ ഇപ്പോൾ അടുത്ത് അരങ്ങേറ്റമുള്ള പിള്ളേർ എന്തായാലും ചെലങ്കിടണം. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരാൾ യൂസ് ചെയ്ത ചെലങ്ക യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാം. അപ്പോൾ പാറുട്ടനൊരു ചെലങ്ക കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പൂജിക്കലാണ്. നാളെയാണ് നമ്മുടെ പാറുവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെലങ്ക പൂജിക്കുക അല്ലേ പാറു? ഓക്കെ. അപ്പം ഇവിടെ രണ്ടച്ഛനും മോനും നല്ല ഉറക്കത്തിലാണ്. എണീപ്പിക്കിട്ട് അമ്മ കുളിച്ച് വരുമ്പോഴത്തേനും അമ്മ മോനെ അവരൊക്കെ ഏൽപ്പിക്കണം. അയച്ചു എൻ്റെ മോളെ മുടി ഉണങ്ങാണ്ടി ഏൽപ്പിക്കും. പാറുമോളപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ ഒന്ന് എണീറ്റത്. ചില ദിവസങ്ങളിൽ അവൾ എണീക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ തലേദിവസം രാത്രി കിടക്കണേക്കാൾ മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു വയ്ക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ രാവിലെ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആൾക്കത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അച്ഛനെയും അനിയനെയും വിളിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പാറു പതുക്കെ വിളിക്കുകയാണ്. കാശിക്കുട്ടനെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കരച്ചിലുണ്ട്. പാറുവിന് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ആകെ ഒരു കരച്ചില്ല. അവൾ രണ്ട് ചെവി ഇങ്ങനെ പൊത്തി പിടിക്കും. അപ്പോൾ അമ്മ ഇവർ എണീക്കിനില്ലല്ലോ വിളിച്ചിട്ട്. അപ്പോൾ പതുക്കെ എണീക്കണ്ട എന്നുള്ള രീതിയിൽ പതുക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ഒരു ചീറൽ കേൾക്കുമ്പോൾ അവൾ ചെവി രണ്ട് പൊത്തി പിടിക്കും, അയ്യോ എന്ന് പറയും. എന്നിട്ട് അച്ഛനെയും വിളിക്കുന്നുണ്ട്, അനിയൻകുട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം താഴെ കുളിച്ച് അവനെയും കുളിപ്പിച്ച് ഞാൻ ഒരുങ്ങാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അതേ പാറൂസ് ഇങ്ങനെ ഭയങ്കര കുറുമ്പെടുത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ദേഷ്യമായിരുന്നു അവൾക്ക്. ചില ദിവസങ്ങൾ എൻ്റെ മുഖം അങ്ങനെയാണ്. രാവിലെ എണീറ്റപ്പോൾ ഓക്കെ ആയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പാറൂസിന് ഏറ്റവും ഇഷ്യൂള്ളൊരു സംഭവമാണ് ഡ്രസ്സിൻ്റെ ഒരു കാര്യം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അവൾ ഭയങ്കര ജാടിടിക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചിട്ടാണ് ആ പട്ടുപാട് ഇട്ടത് കേട്ടോ. അപ്പോൾ പാറൂസിന് ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാനത് ഇടിച്ചു. പിന്നെ നല്ലൊരു ദിവസമല്ലേ, അവൾക്ക് വേണ്ടിയുള്ളൊരു ദിവസമല്ലേ. അപ്പോൾ അധികം മൂശ പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അമ്പലത്തിൽ പോകാനുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നമ്മുടെ ഒലയുടെ ഫേസ് ക്രീം ജസ്റ്റ് അപ്ലൈ ചെയ്യും, പിന്നെ ലിപ് ബാം തേക്കും, പൊട്ടുതൊടും, കണ്ണെഴുതും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ചില സമയത്ത് കണ്ണും എഴുതാറില്ല. എൻ്റെ കണ്ണിലിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ ഇതാക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണധികം അങ്ങനെ എഴുതാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതേ കണ്ണും പൊട്ടൊക്കെ ഇത് ഞാൻ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും കാശി എന്നോട് അത് ചെയ്തുതരാൻ പറയും. ലിപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ പറയും ലിപ്സ്റ്റിക്ക് തൊട്ടുതരാൻ പറയും. അവൻ കാണിക്കാനാണ് എനിക്ക് തൊട്ടാന്ന്. കണ്ണെടുക്കുമ്പോൾ കണ്ണെഴുതാൻ പറയും, അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ പാറു ഒന്നും കഴിക്കില്ല. രാവിലെ എണീറ്റിട്ട് അപ്പോൾ ഞാൻ കാശിക്കുട്ടന് ഒരു കഷ്ണം റസ്ക് ഞാൻ കൊടുത്തട്ടോ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും കഴിക്കേണ്ട വെറും വയറ്റിലാണ് പോകാറുള്ളത്. പക്ഷെ നമ്മൾ മക്കളെടുത്ത് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിലാണ് ചെലങ്ക മേടിച്ചിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ചെലങ്ക പാറൂസിന് 2 വരിയുടെ ചെലങ്കയാണ് ശരിക്കും പറഞ്ഞാൽ പാറുവിൻ്റെ പ്രായത്തിന് വേണ്ടത്. പക്ഷെ നമുക്കത് കിട്ടാനുണ്ടായില്ല. എന്നിട്ട് നമ്മുടെ ടീച്ചർ വരുത്തിച്ചതാണ്. 3 ലൈനിൻ്റെ തന്നെ ചെലങ്കയാണ്, പക്ഷേ അതിലിങ്ങനെ മണികൾ കുറവാണ്. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 4 വരിയുടെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുവിനത് ഭയങ്കര വലിയതായിരിക്കും. അപ്പോൾ അത് എനിക്ക് ചെലങ്ക ഞാൻ പാറൂസിന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ.
എനിക്കത് ഭയങ്കര ഇമോഷണൽ ടച്ചുള്ളൊരു സാധനമാണ്. കാരണം പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡാൻസൊക്കെ കളിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു, അല്ലെങ്കിൽ അവരെന്തോ വലിയൊരു സംഭവമാണ്, അങ്ങനെ ഒരു തോട്ടായിരുന്നു. ചെലങ്കയൊക്കെ ഇട്ട് കാണുമ്പോൾ ഞാനൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ചെലങ്ക ഇങ്ങനെ പിടിക്കാൻ. അങ്ങനെയൊക്കെ ഞാൻ 1-2-3 ഡാൻസിനൊക്കെ സംഘനൃത്തമൊക്കെ ഇല്ലേ, അതിനൊക്കെ ഞാൻ ജസ്റ്റ് ചെലങ്ക ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നിനും ഞാൻ ചെലങ്ക യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ മോൾക്കത് സ്വന്തമായിട്ടൊരു ചെലങ്ക കിട്ടുമ്പോഴും ആ ഒരു ഇമോഷൻ എത്രത്തോളം ആണെന്നുള്ളത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ടാവും. നമുക്കൊരു ടാലൻറ്റ് ഉണ്ടായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് നമ്മുടെ അച്ഛനമ്മയ്ക്കും പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പോയ കുറേ പേരുണ്ടാവും. അപ്പോൾ അതേ അച്ഛൻ്റെ വാഴല പൊട്ടിക്കാൻ കേട്ടോ, വാഴലയിൽ വേണം ചിലങ്കയും പിന്നെ അച്ഛൻ എണ്ണയും ചന്ദനത്തീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് അമ്പലത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ വേണ്ടി വാഴല പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ അതേ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലങ്ക പൂജിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി പുതിയത് വാങ്ങിച്ചാൽ വണ്ടി പൂജിക്കും, പുസ്തകം പൂജിക്കും, ആയുധം പൂജിക്കും, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അതേപോലെ പാറു ഈ ഒരു ഡാൻസ് എന്നുള്ളൊരു സാധനം അവൾ പ്രൊഫഷനായിട്ട് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അവളെ താല്പര്യമാണ്. അങ്ങനെ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവൾക്ക് അത് ഈ ഒരു ചിലങ്ക നശിക്കുന്നത് വരെ ഇവളുടെ എന്താ പറയുക കൊണ്ട് നടക്കേണ്ട ഒരു സാധനം, ഭയങ്കര വാല്യൂ ഉള്ളൊരു സാധനമാണ് ഈ ചിലങ്ക എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക ദൈവികത നിറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടിയാണ് ചിലങ്ക. അപ്പം അത് നമ്മൾ പൂജിച്ച് തന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്യണം. നമുക്ക് ദൈവത്തിൻ്റെയും കിട്ടണം അനുഗ്രഹം, അതേപോലെ തന്നെ അവളുടെ ഗുരുവിൻ്റെ അനുഗ്രഹവും നമുക്ക് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പൂജിക്കുകയാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു കലിപ്പിലായിരുന്നു നമ്മൾ, ഇച്ചിരി ലേറ്റായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് മുമ്പ് എത്തിക്കണം എന്നായിരുന്നു, പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴത്തേനും പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വാഴലയിൽ ചിലങ്ക വെച്ചിട്ട് നമ്മുടെ പേരും നാളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തി അവൾക്ക് അത് നല്ല രീതിയിൽ പൂജിച്ച് തരും കേട്ടോ. അപ്പം നമ്മുടെ പണിക്കാട്ടിൽ അമ്പലമാണ് നമ്മുടെ ക്ഷേത്രം. എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാറുൻ്റെ കാലം ചെറുതായിട്ടൊരു കട്ടുറുമ്പ് കുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടവും വിഷമത്തിലൊക്കെയാണ് ആൾ. അപ്പോൾ ചിലങ്ക പൂജിച്ചിട്ട് നമ്മുടെ പാറൂസിൻ്റെ കയ്യിലാണ് കൊടുക്കുക. പാറു അത് 2 കൈ നീട്ടിയിട്ട് അങ്ങോട്ട് മേടിക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദക്ഷിണ പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം, അങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളാണ്. നമ്മളിവിടെ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ഇപ്പോൾ അരങ്ങേറ്റം കഴിയുന്നേക്കാൾ മുമ്പ് ഒരാൾ ഉപയോഗിച്ച് ചെലങ്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഞാനൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഡാൻസ് പഠിക്കുന്നില്ലല്ലോ. അത് ശാന്തി പാറൂസിനെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. പാറു ഞാൻ പറഞ്ഞില്ല ഒരു ഇടച്ചില്ലുണ്ട്, പാറു കട്ടുറുമ്പും കുത്തി പിന്നെ ഡ്രസ്സിൻ്റെ ഒരു ഇടച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പാറൂസിനെ അനുഗ്രഹിച്ച് അപ്പോൾ ഞാൻ പാറുവിൻ്റെ കയ്യിൽ ചിലങ്ക കൊടുത്തിട്ട് അത് അവളവിടെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി ആൾക്ക് ചിലങ്കൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ. ഇപ്പം ഇടണം എന്നായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം ഇടാൻ പറ്റില്ല, അവളുടെ ഡാൻസ് ടീച്ചർ തന്നെ അത് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ മുറ്റത്ത് ചുറ്റും ഇങ്ങനെ എന്താ പറയുക തൊഴുത് നടക്കുകയാണ് കേട്ടോ. അവിടെ അങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അമ്മ ഭയങ്കര കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ചിലങ്കയുടെ നമ്മുടെ വെൽവെറ്റിൻ്റെ തുണിയാണിത് വരുന്നത്. അപ്പോൾ അതിൻ്റെ നീലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ നമ്മുടെ പണിക്കാട്ടിൽ അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്കും കൂടെ ചെല്ലാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കുള്ളത്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ ഇടയിൽ തന്നെ വരും, അയ്യോ നിങ്ങൾ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നോ പറയണ്ടേ എന്നൊക്കെ പറയും. നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ രാവിലെയാണെന്ന് വിചാരിച്ചത്. ഓക്കെ എന്നാൽ നമുക്ക് കൊടുങ്ങല്ലൂർക്കും പോവാം എന്ന് വിചാരിച്ചത്. അമ്പലത്തിൽ കയറിയ പാടെ കാശിക്കൂട്ടാൻ ഭയങ്കര കളിയിലായിരുന്നു. കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓടിച്ചാടി പറന്ന് നടക്കുന്ന കളിയായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വന്നു. കാശിക്കൂട്ടിയുടെ ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേര് സംസാരിച്ചത്. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്പലത്തിൽ തിരക്ക് പൊതുവേ നല്ല കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുട്ടിറക്കാമെന്ന് പറയും, അതായത് അമ്പലത്തിൽ നിന്ന് നമ്മൾ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തൊഴുത് ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം അവിടെ നമ്മൾ പാറൂസിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടിറക്കും. അതായത് അവിടെ എന്താ പറയുക കാവൽ ദേവൻ അതിങ്ങനെ ഒരു ഇതുണ്ട്, അത് ക്ഷേത്രപാലകൻ എന്ന് പറയും. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ദോഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോവുക, അങ്ങനെ ഒരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ നാളീരൊടച്ചു. പിന്നെ ദേ കാശിക്കുട്ടനെ വെടിക്കെട്ട് ഒരു പേടിയില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ് വെടിക്കെട്ട്. അതേ സ്ഥാനത്ത് പാറുക്കുട്ടന് ഭയങ്കര പേടിയാണ് വെടിക്കെട്ട്. ഇവിടെ ഒരു വെടി പൊട്ടുമ്പോൾ കാശി കിടന്ന് ചിരിക്കും, പാറു കിടന്ന് കരയും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വൈബാണ്.
ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അടുത്ത് നമ്മൾ വരുന്ന സമയത്തൊക്കെ നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലായാലും നമുക്ക് ചിലങ്ക പൂജിക്കാൻ കൊടുക്കാം. പക്ഷേ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമല്ലേ, അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ഇങ്ങനെ വള്ളികൾ ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നുണ്ട്. പാറുന്നത് എവിടെ നിന്ന് കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല പാട്ടുകളിൽ നിന്നും വല്ല ഷോർട്സിൽ നിന്നൊക്കെ കണ്ടതൊക്കെ ആയിരിക്കും അതിൽ ഞാളണം എന്നുള്ളത്. ഇതിൽ ഞാളാൻ പറ്റുന്നൊരു സാധനമാണെന്നുള്ളത് ഇവൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എനിക്കിതിൽ ഞാളണം എന്ന് പറഞ്ഞു. എന്താ പറയുക, ഭയങ്കര പേടിയാണ് എല്ലാ കാര്യത്തിനും. ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് കാര്യം ആൾക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പേടി ഭയങ്കര കൂടുതലുള്ളൊരു കൂട്ടത്തിൽ. അതുതന്നെ എനിക്ക് ഡാൻസിന് ഭയങ്കര പേടിയുണ്ട്. എന്താ പറയുക, ഡാൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അവൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൾ കളിച്ചാൽ മാത്രം മതി, പഠിച്ചത് കളിച്ചാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതെ പാറുട്ടൻ എപ്പോഴായാലും നമ്മൾ കട കാണുമ്പോൾ, പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, എന്ത് കണ്ടാലും പാറു ചോദിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ അതേ ബുദ്ധി കൂടിയപ്പോൾ ക്രാവ് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതേ മറ്റേ സ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ സ്ലേറ്റാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാറുവിൻ്റെ സ്ലേറ്റ് ഒട്ടും യൂസ് ചെയ്യിച്ചിട്ടില്ല. കാരണം ചോക്കും പൊടിയും പാറുവിന് ഭയങ്കര അലർജിയാണ്. അവൾക്ക് 2 ദിവസം അത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സ്കൂളിലായാലും ഒരു ചോക്കും പൊടിയും മൂക്കിൽ ശ്വസിച്ച് കഴിഞ്ഞാൽ പാറുവിന് ചുമ കൺഫേം. അപ്പോൾ ഇതിൽ മാർക്കറുണ്ട്, നമ്മുടെ ബോർഡ് മാർക്കർ ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട് ആ ഒരു സാധനം മേടിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ദോശ കൺഫേം. നമുക്ക് എന്തായാലും മസാല ദോശ കഴിക്കേണ്ട ഒരു സുഖം ഉണ്ടാവില്ല. പുതിയ വന്നിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. നമ്മളപ്പോൾ അവിടെ നിന്ന് നെയ് റോസ്റ്റും മസാല ദോശ, അങ്ങനെ പൂരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. കാശിക്കുട്ടനെ നമ്മൾ ഇതിൻ്റെ മേലെ കൊണ്ടിരുത്തി. അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മുടെ ടീച്ചറുടെ അടുത്തേക്ക് പോവാണ്. പാറുവിൻ്റെ ഡാൻസ് ടീച്ചറുടെ അടുത്ത് പോവാണ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ടീച്ചർ ഏതാണെന്നൊക്കെ. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ പൂജിച്ചിട്ടുള്ള ചിലങ്ക ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ കുറേ കുട്ടികൾ ഡാൻസിന് പഠിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ട്, ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ളവരാണ്. ടീച്ചർ കലാമണ്ഡലം രജനി ടീച്ചറാണ്. രജനി എന്നാണ് കേട്ടോ ടീച്ചറുടെ പേര്. അപ്പോൾ നമ്മുടെ ടീച്ചറുടെ വീട്ടിൽ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ദൈവങ്ങളുടെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അവിടെ കുഞ്ഞുവിൻ്റെയും പാറുവിൻ്റെയും ചിലങ്ക വെച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞുവിൻ്റെ ഉണ്ട്, നമ്മുടെ കുഞ്ഞുനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചിലങ്ക മേടിക്കുന്നത്. അവളുടെയും ഡാൻസിന് പ്രോഗ്രാം ഉണ്ട്, ഫോക്ക് ഡാൻസ് തന്നെയാണ് ഐറ്റം. അപ്പോൾ ടീച്ചർ പാറൂസിനെ വിളിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് ടീച്ചർ. എനിക്കറിയില്ല ടീച്ചർ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണോ എന്നറിയില്ല. പക്ഷെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് UKG പഠിക്കുന്ന കുറച്ച് 1-2 കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. പാറൂന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ വയസ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മോക്ക് എന്താ പറയുക, ഈ ഒരു ചിലങ്ക നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അവൾക്കൊരു ഉപകാരം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിന് ശേഷം നമ്മൾ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തിട്ട് കാല് തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ടീച്ചർ മനസ്സറിഞ്ഞ് പാറൂസിനെ അനുഗ്രഹിക്കും. ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടീച്ചറെ എന്താ പറയുക, ടീച്ചർ തന്നെയാണ്, അങ്ങനെ പറയാം. എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നുമില്ല. അതായത് എന്താ പറയുക, പാറൂസിന് തിരിച്ച് ടീച്ചർ ചിലങ്ക കൊടുത്തിട്ട് പാറുവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാറൂസ് ഇപ്പോൾ പാട്ട് ഫുള്ള് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2-2.5 ആഴ്ച കൊണ്ടാണ് പാറു പഠിച്ചത്. പാറുവിനെ പോലൊരു ചെറിയ കുട്ടിയുടെ അടുത്ത് ഒരു ഡാൻസ്, ഫോക്ക് ഡാൻസ് പോലൊരു ഐറ്റം പഠിപ്പിച്ച് തീർക്കാന്ന് പറയുന്നത് ചില്ലറക്കാരില്ല. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറുടെ ടാലൻ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ഡാൻസ് ടീച്ചറുടെ ടാലൻ്റ് എന്ന് പറയുന്നത് അതിലാണ്. അപ്പോൾ പാറുവിനെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ പാറു കളിക്കുന്നുണ്ട്. ഇനി കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാറുവിന് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസിൽ മാത്രമേ പാറു എപ്പോഴും നിൽക്കത്തുള്ളൂ. അവൾക്ക് എവിടെയെങ്കിലും അവളൊരു കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ പാറു അവിടെ നിൽക്കില്ല കേട്ടോ. അപ്പം പാറു ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കളിക്കാൻ വരാൻ. ടീച്ചറുടെ വീട്ടിലേക്ക് വരാനാണ് പാറു കൂടുതൽ ഇഷ്ടം. അപ്പം എന്താ പറയുക, അങ്ങനെ ഡെയിലി ക്ലാസ്സിൽ നിന്ന് വന്നിട്ടാണ് പാറു പഠിച്ചിരുന്നത്. ശനിയും ഞായറും ടീച്ചറുടെ വേറെ ക്ലാസ്സിൽ അവൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് ഡെയിലി ക്ലാസ്സിലേക്ക് ടീച്ചറുടെ വീട്ടിലേക്ക് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ തന്നെ പാറുവിന് ഫസ്റ്റ് ചെല്ലങ്ക കെട്ടിക്കൊടുത്തു. അതായത് ഗുരു തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കണം.
അടുത്തത് നമ്മുടെ കുഞ്ഞുൻ്റെയാണ്. കുഞ്ഞു കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ ഡാൻസ് പഠിക്കുന്നത്. നമ്മുടെ പാറൂസ് ടീച്ചറുടെ അടുത്താണ് ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. ഈ ടീച്ചറുടെ അടുത്താണ്, രജനി ടീച്ചറുടെ അടുത്താണ് ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഭരതനാട്യം പഠിക്കുന്ന പിള്ളേരുണ്ട്, അതായത് ഫോക്ക് ഡാൻസിന് വന്നിട്ടുള്ള പിള്ളേരുണ്ട്, അങ്ങനെ കുറേ പിള്ളേരുണ്ട്. കുറച്ച് പേരുടെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ പിള്ളേർക്കൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പാറുവിനെ സംബന്ധിച്ച് ഒരു ക്ലാസിക്കൽ ഐറ്റം ഫസ്റ്റ് സ്റ്റേജിൽ കയറാൻ പോകുന്നത് അടുത്ത ദിവസമാണ്. അപ്പം എന്താ പറയുക, ഫസ്റ്റ് ചെലങ്ക് കിട്ടിയതും അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞൂനും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ കുട്ടച്ഛനുണ്ടല്ലോ, കുട്ടച്ഛൻ്റെ ചേട്ടൻ്റെ മോളുമാണ് കേട്ടോ. അപ്പോൾ അതായത് ശരിക്കും ഞങ്ങളുടെ വലിയേട്ടൻ്റെ മോളുമാണ്. അപ്പോൾ അവൾക്കും ചിലങ്ക കെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെയും നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരുപാട് മക്കൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണോ ആ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ, അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേ പാറൂസ് ഡാൻസ് കളിക്കാൻ പോവുകയാണ് കേട്ടോ. പാറിനെ കൊണ്ടുവന്ന് അതായത് ചിലങ്ക കെട്ടിയിട്ട് ഒരൊറ്റ പ്രാവശ്യം ടീച്ചർ ഡാൻസ് കളിപ്പിച്ചു. അടുത്ത ദിവസം ഇല്ല, ഒരൊറ്റ പ്രാവശ്യം ചിലങ്ക കെട്ടിയതിന് ശേഷം ആദ്യമായിട്ട് പാറു ചിലങ്ക കെട്ടി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ പാറു കളിക്കുന്ന ഡാൻസാണ് കേട്ടോ, ഒരു കുറത്തിയുടെ ഡാൻസാണ്. നല്ലൊരു കണ്ടൻറ്റാണ്, അതായത് അതിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നല്ല ബീറ്റൊക്കെ ഉള്ളൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഈ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ വീഡിയോയിൽ, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാട്ടോ. അപ്പം പാറുവിന് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വയറുവേദന വന്നു, അതിൽ ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് ഇവിടേക്ക് വന്നത്, ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലങ്ക പൂജിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീടെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, കാരണം നമ്മൾ ടീച്ചറുടെ അടുത്തേക്ക് പോകാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലങ്ക പൂജിക്കൽ ദിവസമാണ് ഇന്ന്. അപ്പോൾ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാളാണ് പാറുവിൻ്റെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുവിൻ്റെ പർച്ചേസിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ നമുക്കറിയാത്ത കുറേ കാര്യങ്ങളും അതിന് വേണ്ടി അപ്പോൾ കുറേ കിടന്ന് ഓടേണ്ടി വരും. അതായത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്കതറിയാം, ഇന്ന സ്ഥലത്ത് ഇത് കിട്ടും, ഇന്ന സ്ഥലത്ത് ഇത് കിട്ടും, ഇന്നതിന് ഇത് വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളിത് ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യമായിട്ടല്ലേ, അപ്പം നമുക്ക് കുറേ കാര്യങ്ങളിൽ ഭയങ്കര ടെൻഷനാണ്, ഇത് എവിടെ നിന്ന് ഒപ്പിക്കും. പിന്നെ നമ്മൾക്ക് ടീച്ചർ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ടീച്ചർ നമ്മളോട് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞുതരും. ഇപ്പോൾ പാറോട്ടനെ ചിലങ്ക് എടുക്കേണ്ട കാര്യമായാലും അതേപോലെ തന്നെ ഡ്രസ്സ് എടുക്കേണ്ട പ്ലേസ് ആയാലും ടീച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലായിടത്തൊന്നും ടീച്ചർ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമുക്കൊരു ചെറിയൊരു ടെൻഷൻ. അപ്പോൾ ഇനിയുള്ള അടുപ്പിച്ച് 3 ദിവസം നമ്മൾ മാക്സിമം വീഡിയോ അടുപ്പിച്ചിടാൻ ശ്രമിക്കാം. പാറുവിൻ്റെ കോമ്പറ്റീഷൻ വരെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് എടുക്കട്ടെ, നാളെ നമുക്ക് വീണ്ടും തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പാറുവിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.